നമസ്കാരം. നാരായണ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകം. 100 ധ്യാനങ്ങൾ. ധ്യാതാവ് ഗുരു നിത്യചൈതന്യയതി. ധ്യാനം 42. ഇതമറിവെന്നതിലാദ്യമാം ഇതെന്നുള്ളതു സമ തൻ്റെ വിശേഷമാണുബോധം. മതി മുതലായവയൊക്കെ മാറി മേൽ സദ്ഗതി വരുവാൻ ഇതിനെ ഭജിച്ചിടേണം. ഈ ആത്മാവ് ബ്രഹ്മമാകുന്നു. ഈ ശരീരം നശ്വരമാണ്. ഇത് സത്യം, ഇത് അസത്യം എന്നിങ്ങനെ ഏത് പറയുമ്പോഴും തുടക്കം ഈ എന്നോ ഇത് എന്നോ അത് എന്നോ പറഞ്ഞാണ്. ഇത്, ഈ, ആ, അത് എന്നീ നിർദ്ദേശകങ്ങൾ മാത്രം എടുത്തു നോക്കിയാൽ അറിവിൽ എന്തോ സംഗതമായി വരുന്നു എന്നല്ലാതെ അതെന്താണെന്ന് വ്യക്തമായി പറയാൻ കഴിയാത്തതുകൊണ്ടാണ് ഇത് കുടം എന്നതിൽ ഇതെന്നുള്ളത് വിഷമയായിരിക്കുന്നു അതെന്ന് നാം പറഞ്ഞു കഴിഞ്ഞു. കുടം എന്ന് അതിനെ വിശേഷിപ്പിക്കുമ്പോൾ സംഗതി വ്യക്തമായി. മനസ്സിലാക്കാനുള്ള വിഷമം മാറി. ഇതെന്ത് എന്ന ചോദ്യം മനസ്സാണെങ്കിൽ ഇത് കുടം, ഇതറിവ് എന്നിങ്ങനെ മനസ്സിൻ്റെ വൃത്തിയെ പൂർത്തീകരിക്കുന്ന ഗതീയതയെ ബുദ്ധി എന്ന് പറയാം. എല്ലാ അറിവിലും പൊതുവായിരിക്കുന്നത് അതിൻ്റെ നിർദ്ദേശകമായതുകൊണ്ട് ഇത് എന്നത് സമയാണെന്ന് പറഞ്ഞു. എന്താണ് അതിൻ്റെ വിശേഷം? അറിവ് എന്നും ബോധമെന്നും പറയുന്നത് ഒന്നു തന്നെയാണെങ്കിലും ഇവിടെ അറിവെന്നുള്ളതിനെ വ്യാപകമായ അർത്ഥത്തിൽ മനസ്സിലാക്കണം. അവബോധത്തിൽ മറഞ്ഞിരിക്കുന്നതും ബോധത്തിൽ തെളിഞ്ഞു കാണുന്നതും ഒരുപോലെ അറിവാണ്. ഇതമറിവ് എന്നതിൽ ഇതെന്നുള്ളത് സമയം, അറിവെന്നതിൻ്റെ വിശേഷം ബോധവുമാണെന്ന് പറഞ്ഞു. അതെങ്ങനെയെന്ന് ചോദിച്ചേക്കാം. ഓരോന്നും ബോധത്തിൻ്റെ സീമയിലേക്ക് കടന്നു വരുമ്പോഴേ അതിനെ ഈ അറിവ് എന്ന് നാം വിശേഷിപ്പിക്കാറുള്ളൂ. അപ്രകാരമുള്ള അറിവിൽ 3 പ്രക്രിയകൾ പരസ്പര പൂരകങ്ങളായി വരുന്നു. മനസ്സ് നിർദ്ദേശകം കൊണ്ട് ശ്രദ്ധയെ ക്ഷണിക്കുന്നു. ലക്ഷിതമായി വരുന്ന വിശേഷത്തെ ബുദ്ധി പ്രതിഗ്രഹിക്കുന്നു. ചിത്തം അഥവാ സ്മരണ നിർദ്ദേശിക്കപ്പെട്ടതിനെയും പ്രതിഗ്രഹിച്ചതിനെയും പരസ്പരം സംബന്ധിപ്പിക്കുന്നു. ഇപ്രകാരം ബോധസീമയിലേക്ക് കടന്നു വരുന്ന അറിവ് വർദ്ധിക്കുന്നത് കൊണ്ട് മാത്രം ഒരുവൻ സന്തുഷ്ടനായി തീരുന്നില്ല. അറിവ് 2 മാതിരി ഗതിയുള്ളതാണ്. ഒന്ന് ബന്ധത്തെ ഉണ്ടാക്കുന്ന പ്രവൃത്തിയിലേക്കുള്ള ഗതി, മറ്റൊന്ന് നിവർത്തിപ്പിക്കുന്ന ഗതിയുള്ളത്. അതാണ് മോക്ഷകാരണമായ അറിവ്. ഓരോന്നിനെയും അപഗ്രഥിച്ച് ഗുണധർമ്മ വിവേചനം ചെയ്തു പോകുന്ന മനസ്സ് ഒരു വിശേഷത്തിൽ നിന്നും വേറൊരു വിശേഷത്തിലേക്ക് ആനീതമാകുന്നു. എല്ലാ ഗുണധർമ്മങ്ങളെയും അദ്വയമായ അറിവിൽ സമന്വയിപ്പിക്കുന്ന അറിവുകൊണ്ട് നാനാത്വം ഒഴിഞ്ഞു പോകുന്നു. ഓം തത് സത് എന്നു പറഞ്ഞ് മനസ്സിനെ അടക്കുമ്പോൾ സദ്ഗതിയിലേക്ക് തിരിഞ്ഞു എന്ന് പറയാം. ഓം